യേശു തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്ന സഭ യേശുവിനോട് കൂടെ നടക്കുന്ന സഭയായിരിക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് യേശുവിന്റെ കൂടെ നിങ്ങൾ നടന്നെങ്കിൽ മാത്രമാണ് യേശു വരുമ്പോൾ വാനമേഘത്തിൽ നിങ്ങൾ പറന്നു പോകുന്നത്. ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം അവനെ എടുത്തോണ്ട് എന്ന് പറഞ്ഞാൽ എടുത്തിങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ ഒക്കത്ത് വെച്ചോണ്ട് പോയെന്നല്ല, മരണം കാണാതെ ജീവനോടെ ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുപോയി. എങ്ങനെ? മരിക്കാതെ ജീവനോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഹാനോക്കിനെ ദൈവം കൊണ്ടുപോയി. യേശുവിനെ കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ജീവനോടെ കൊണ്ടുപോയി. എല്ലാരും പറഞ്ഞ ജീവനോടെ. 365 വർഷം വരെ ജീവിച്ച മനുഷ്യനാണ് ഹാനോക്ക്. യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കാനായിട്ട് ഉടനെ തന്നെ വരികയാണ്. യേശുവിനോടുകൂടെ പറന്നു പോകാനായി, അല്ലെങ്കിൽ യേശുവിനോടുകൂടെ പോകാനായി ഒരു വിഭാഗം ജനം ഒരുങ്ങിയിരിപ്പുണ്ട്. യേശു തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്ന സഭ യേശുവിനോട് കൂടെ നടക്കുന്ന സഭയായിരിക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് യേശുവിന്റെ കൂടെ നിങ്ങൾ നടന്നെങ്കിൽ മാത്രമാണ് യേശു വരുമ്പോൾ വാനമേഘത്തിൽ നിങ്ങൾ പറന്നു പോകുന്നത്. ഹാനോക്കിനെ കുറിച്ച് പഠിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവൻ മരിച്ചില്ല. ദൈവം അവനെ ജീവനോടെ അവന്റെ അടുക്കലേക്ക് എടുത്തു കൊണ്ടുപോയി. ഈ ഹാനോക്കിന്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളത്, ദൈവത്തോട് കൂടെ അവൻ സഹവസിച്ചു. പറഞ്ഞു, ദൈവത്തോട് കൂടെ സഹവസിച്ചു. ദൈവത്തോട് കൂടെ സഹവസിച്ചവൻ ദൈവം അവനെ എടുത്തോണ്ട് പോയി. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവജനം ദൈവത്തോട് കൂടെ നടക്കാൻ, ദൈവത്തിന്റെ ആത്മാവിൽ നടക്കാൻ, ദൈവത്തോട് കൂടെ സഹവസിക്കാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ അസാധാരണമായ ജീവിതം നയിക്കുകയും മാത്രമല്ല, അവൻ തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ഇവിടുന്ന് പറന്നു പോകുവാൻ ഇടയാകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ആ കരങ്ങളെ അവൻ അടിക്കുന്നെങ്കിൽ നല്ലതുപോലെ കരമടിച്ച് അവന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞു, യേശു വരാറായി. ലോക സംഭവങ്ങളെല്ലാം ഒന്നിനോടൊന്ന് വിളിച്ചു പറയുകയാണ്, അവൻ വരാറായി. തന്റെ സഭയെ ചേർക്കാൻ യേശു കർത്താവ് വാനമേഘത്തിൽ വരാൻ പോവുകയാണ്.